വയനാട് ചൂരൽമലയിൽ പുതിയ പാലം നിർമ്മിക്കും. 35 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകി. ചൂരൽമല ടൗണിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് എത്തുന്ന രീതിയിലാണ് പാലം പണിയുക. KR സാജു വിശദാംശങ്ങൾ നൽകും. സാജു, ഈ പാലം നിർമ്മാണം പുനരധിവാസ പ്രവർത്തികളുടെ ഭാഗമായിട്ട് തന്നെയല്ല നടപ്പാക്കുന്നത്. അതിനിപ്പോ അംഗീകാരം നൽകിയിരിക്കുന്നു. എങ്ങനെയായിരിക്കും അതിന്റെ നടപ്പാക്കൽ? തീർച്ചയായും പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായിട്ട് തന്നെയാണ് ചൂരൽമലയിലെ പാലവും പുനർനിർമ്മിക്കുന്നത്. മേപ്പാടിയെ മുണ്ടക്കൈ അട്ടമലയുമായി ബന്ധിപ്പിച്ചിരുന്ന പാലമാണ് പുനർനിർമ്മിക്കുന്നത്. ഇനിയൊരു അപകടമുണ്ടായാൽ അതിജീവിക്കാൻ ശേഷിയുള്ള വിധത്തിലായിരിക്കും പാലത്തിന്റെ നിർമ്മിതി. കഴിഞ്ഞ ദുരന്തകാലത്ത് പുഴയിലുണ്ടായ പരമാവധി ഉയർന്ന വെള്ളത്തിന്റെ അളവ് തിട്ടപ്പെടുത്തി അതിനേക്കാൾ ഉയരത്തിലായിരിക്കും പാലം പണിയുക. മുമ്പുണ്ടായിരുന്ന പാലത്തിനേക്കാൾ ഉയരവും പുതിയ പാലത്തിനുണ്ടാവും. ആകെ നീളം 267.95 മീറ്റർ ആയിരിക്കും. പുഴയുടെ മുകളിൽ 107 മീറ്ററും ഇരു കരകളിലായി 80 മീറ്റർ നീളവും പാലത്തിനുണ്ടാവും. ഉയരം കൂട്ടി നിർമ്മിക്കുന്നതിനാലാണ് ഇരു കരകളിലെയും 80 മീറ്റർ നീളത്തിൽ പണിയാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ തൂണുകൾ ഉണ്ടാവില്ല. ഇരു കരകളിലുമായിട്ടായിരിക്കും പാലത്തിന്റെ അടിസ്ഥാനം നിർമ്മിക്കുക. കഴിഞ്ഞ വർഷം ജൂലൈ 30-ന് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് ആ പാലം ഒലിച്ചുപോയത്. ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി ഇപ്പോൾ ഐസൊലേറ്റഡ് ആയി കിടക്കുന്ന പ്രദേശത്തേക്കുള്ള സഞ്ചാരമാർഗം കൂടിയായി മാറും. ഇതിനായി 35 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. സൈഫുദ്ദീൻ.